അങ്ങനത്തെ ഒരു റിയൽ ലൈഫിൽ അങ്ങനെ എന്നെ ആരും ചേസ് ചെയ്ത് വന്ന് ഒന്നും ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. ചേസ് ചെയ്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ജേർണലിസത്തിന്റെ പേരിലൊന്നും അല്ല. വെറുതെ റോഡിൽ കൂടി പോകുമ്പം ബൈക്കിൽ ചേസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് ഒരിക്കലും നമ്മൾ ചെയ്ത വർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള ചേസ് ചെയ്യലല്ല. അല്ലാതെ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. സൈബർ അറ്റാക്സ് ഭയങ്കരമായിട്ടുണ്ട്. അത് രണ്ട് തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, നേരെ വന്ന് നമ്മളടുത്ത് നമ്മളെ എഴുതുന്ന പോസ്റ്റിൻ്റെയൊക്കെ താഴെ വന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വിടുക, എന്തെങ്കിലും തെറിയായിരിക്കാം. അത് ഞാൻ അക്കൂട്ടരെ സത്യത്തിൽ പറഞ്ഞാൽ കൂട്ടരെ അധികം ഭയപ്പെടുന്നില്ല. വേറൊരു കൂട്ടരുണ്ട്, അവർ വളരെ സൈലന്റ് ആയി പണിയെടുക്കുന്നുണ്ടാവും. അവർ നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. അതായത് ഇന്ന ആൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല, ഇന്ന ആൾ ശരിക്കും ചെയ്യുന്നത് ഇന്ന ആൾക്ക് വേണ്ടി എന്തോ ഒരു അവർക്ക് വേണ്ടി ഒരു കൊട്ടേഷൻ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ PR ആണ്, ഇവർ ചെയ്യുന്നത് ജേർണലിസ്റ്റിക് ആയ പണിയല്ല എന്നും വളരെ ബിഹൈൻഡ് ദ സ്ക്രീൻ ആയിരിക്കും അത് നടക്കുന്നത്. പക്ഷെ അത് നടക്കും, അത് നമ്മൾ അറിയൂ പോലുമില്ല. അതിങ്ങനെ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ചെയ്ത് അതൊരു വല്ലാത്ത മാനിപ്പുലേഷൻ നടക്കാറുണ്ട്. അങ്ങനെ രണ്ട് തരം, ഒന്ന് ഒളിഞ്ഞുള്ള ആക്രമണവും തെളിഞ്ഞുള്ള ആക്രമണവും. അത് ഞാൻ സ്റ്റിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ ഈ കൂട്ടത്തിലും ഉണ്ടോ, മീൻസ് നമ്മുടെ ജീവൻ തന്നെ അപകടത്തിൽ പെടുത്തണം എന്ന് പറയുന്ന ആളുകൾ ഈ കമന്റ് ബോക്സിലും ഉണ്ടാവുമല്ലോ? അങ്ങനെ എനിക്കതിനകത്ത് സത്യത്തിൽ അത് നമ്മളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളെ കില്ല് ചെയ്തിട്ട് അവർക്ക് വേറൊന്നുമില്ല, പക്ഷെ നമ്മളുടെ ജേർണലിസ്റ്റിനെ കില്ല് ചെയ്യാനുള്ള ഒരു ശ്രമം അത് ഭയങ്കരമായിട്ടുണ്ട്. അത് ഓരോ ദിവസവും അതിനോടുള്ള ഒരു ബാറ്റിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളെ എങ്ങനെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ എന്തു പറഞ്ഞാലും അത് ശരിയല്ല, അതാരും വിശ്വസിക്കില്ല. മനസ്സിലായോ? ഡിസ്ക്രെഡിറ്റ് ചെയ്യുക തന്നെയാണ്. അതിനുള്ള ശ്രമം പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത് വളരെ അടുപ്പമുള്ള ആളുകളുടെ അടുത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജേർണലിസ്റ്റ് സർക്കിളിൽ അതുണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ ഞാൻ ഈ ദിവസം പോലും അതിനോട് ബാറ്റിൽ ചെയ്യുന്നുണ്ട്, ഈ ദിവസം. അപ്പം അങ്ങനത്തെ വളരെ സീരിയസ് ആയി നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളെ കില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ജേർണലിസ്റ്റിനെ കില്ല് ചെയ്യാനുള്ള ഒരു ശ്രമം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഒരു 1 മന്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ലാസ്റ്റ് 1 മന്ത് ആയിരിക്കും. അതിന് മുമ്പ് അത്ര വലിയൊരു അറ്റാക്ക് ഒന്നും ഭയങ്കരമായിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ടില്ലായിരിക്കുമല്ലോ? വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഇല്ല. അപ്പൊ ഇത് പല ലെയറിലുള്ള അറ്റാക്കാണ്. ഇത് ഞാൻ പറഞ്ഞ ഈ നേരിട്ട് വന്ന് നമ്മളെ ചീത്ത പറയുന്ന കമന്റ് ബോക്സിൽ വന്ന് തെറി എഴുതുന്നവര് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവരെല്ലാം ഓക്കെ ആണ് എന്നല്ല കേട്ടോ, പക്ഷേ അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, അവർക്കെതിരെ പരാതി കൊടുക്കാം, അവരെ നമുക്ക് അറ്റ്ലീസ്റ്റ് കാണാം. പക്ഷെ അതല്ലാത്ത പണിയെടുക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എവിടെ പോയി അത് നമ്മളെ ഒന്ന് പ്രൂവ് ചെയ്യും? അങ്ങനത്തെ മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു 2 തരം അറ്റാക്കാണ് ഞാൻ സത്യത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണൽ അറ്റാക്സ് വരുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഒരു പ്രൊഫൈലുള്ള ആളുകൾ തന്നെയാണോ, അതോ റാൻഡം ഫേക്ക് അക്കൗണ്ട്സ് ആണോ? നേരത്തെ നമ്മൾ പറയുന്ന പോലെ പ്രൊഫൈലുള്ളവരും വരാറുണ്ട്, അങ്ങനെ അല്ലാത്തവരും വരാറുണ്ട്. അതൊന്നും തികച്ചും ഫേസ് ഇല്ലാത്ത മനുഷ്യർ മാത്രമൊന്നും അല്ല നടത്തുന്നത്. ഓരോരുത്തരുടെയും ഗ്രൂപ്പുകളിലുള്ള ഓരോ ആളുകൾ വന്നിട്ട് അവരിങ്ങനെ അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. അതിനൊന്നും നമ്മൾ സത്യത്തിൽ മൈൻഡ് ചെയ്യത്തില്ല. അത് എല്ലാത്തിനും പിറകെ നമുക്ക് കംപ്ലൈൻറ്റുമായി പോവാൻ തുടങ്ങിയാൽ അത് പിന്നെ നമുക്ക് അതിനേ നേരം ഉണ്ടാവൂ. നമുക്ക് 1-2 കേസിന് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അത്രയ്ക്കും ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ ആരെങ്കിലും ആണ് നമുക്കെതിരെ നടത്തുകയാണെങ്കിൽ ഓക്കെ, അവർക്കെതിരെ നമ്മൾ ഫൈറ്റിന് പോകും. അതല്ലെങ്കിൽ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കും. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും എതിരെ ഇല്ലീഗലി പോയിട്ടുണ്ട്. ഞാനൊരു യൂട്യൂബേഴ്സിന്റെ വളരെ അനാവശ്യം പറഞ്ഞ യൂട്യൂബേഴ്സിനെതിരെ പോയിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്? എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ മോശമായിട്ട് ആയിരുന്നു. ഇപ്പോ ഈ ഇഷ്യൂലായ ഒരു സ്ത്രീ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട യുവ MLA-യുമായി ചേർത്ത് വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള പരാമർശം നടത്തി. അപ്പോൾ അവർക്കെതിരെ ഇതിനകത്ത് എന്തുകൊണ്ടോ പലപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത തരത്തിൽ എൻ്റെ പേര് പലയിടങ്ങളിലും ഒരു വെറുതെ എന്നെ ഒന്ന് ടാർണിഷ് ചെയ്യാം, എന്നെ ഒന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാം എന്നുള്ള മട്ടിൽ പല ഇടങ്ങളിൽ നിന്നായിട്ട് എൻ്റെ പേര് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് സത്യത്തിൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷെ എൻ്റെ പേര് അങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ. ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലീഗലി പോയിട്ടുണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ സൈബർ
സെൽ, സൈബർ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ വശങ്ങൾ, ഈ പറയുന്ന സൈബർ അറ്റാക്ക് ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ്ലി ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ അവരെ കണ്ടുപിടിക്കാനോ എന്താ പറയാ, അത് കംപ്ലീറ്റ്ലി അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ? ഇല്ല, അതങ്ങനെ കംപ്ലീറ്റ് കൃത്യമായി നടക്കുന്നില്ല. അതിനകത്ത് ഈ IT ആക്ടിലെ ഭേദഗതി തന്നെയാണ് അവർ ദുരുപയോഗം ചെയ്യുന്നത്. അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ പേരിൽ എന്തും വന്ന് പറഞ്ഞു പോവുകയാണ്. പലപ്പോഴും ഇത് ബെയിലബിൾ ആണ്. അത് കാരണം ഇതിനകത്തൊരു ക്രിമിനൽ ആക്ടിവിറ്റി നമുക്ക് പ്രൂവ് ചെയ്തെടുക്കൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവർ പറയുന്നത് ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള, ഞാൻ ഈ കംപ്ലൈന്റ് കൊടുത്ത കേസിൽ അവർ പറയുന്നത് ലക്ഷ്മി പത്മ എന്നല്ല, ലക്ഷ്മി താമര എന്നാണ്. പിന്നെ നമ്മളാണെന്ന് പ്രൂവ് ചെയ്യാൻ നടക്കണം. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ അവരെ അല്ല ഉദ്ദേശിച്ചത് എന്നങ്ങ് അവർക്ക് പറഞ്ഞ് സ്ഥാപിക്കും. അങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. പത്മം താമര ആ രീതിയിലല്ലേ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ ഈ മുഖമില്ലാത്ത ആളുകൾക്കെതിരെ ഒന്നും ഫൈറ്റിന് പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ചില യൂട്യൂബേഴ്സിനെതിരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് എന്തെങ്കിലും അത് കാരണം പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. അവരിപ്പോഴും സ്റ്റിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ ഇങ്ങനെ ആ അപവാദ പ്രചരണത്തിന്റെ ആ പരദൂഷണ ചൊവ്വയോടെ ആ വൃത്തികേടുകൾ അവർ മറ്റു പലർക്കും എതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷവും എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് അതേ ഇതിനകത്ത്. അപ്പം ഞാൻ പറയാം, കേസ് പോയിട്ടും അവർക്ക് പേടിയില്ല. പോയിട്ടും ആ കേസ് കൊടുത്തതെന്തോ ഞങ്ങളെ തകർക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ ഒന്നും വായടയ്ക്കാൻ സത്യത്തിൽ പറ്റില്ല. പിന്നെ നമ്മുടെ സിസ്റ്റം അത്ര നിയമത്തെ പേടിയില്ലാത്തത് കൊണ്ടാണോ, നിയമത്തിന് ബലമില്ലാത്തത് കൊണ്ടാണോ? നമ്മുടെ നിയമത്തിന് അത്ര ബലമില്ല. ഇവരെ ഒന്നും അകത്താക്കുവാനുള്ള ബലം നമ്മുടെ നിയമത്തിനില്ല. ഇല്ല, അതാണ് അവർക്ക് വളമാകുന്നത്. എനിക്കൊന്ന് ഒരുപാട് ഞാൻ കുറച്ച് നാൾക്ക് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് സൂയിസൈഡ് വരെ ചെയ്യുന്നുണ്ട് സൈബർ ബുള്ളിങ് കാരണമൊക്കെ. മേ ബി അതിനും ഈ പറഞ്ഞ പോലെ ഒരു നോൺ ബെയിലബിൾ ആയിട്ടുള്ളൊരു ഒഫൻസ് ആയിട്ട് അതിനെ കൂട്ടേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ ഇഷ്യൂ അനുഭവിക്കുമ്പോഴാണ് എന്നോട് പല സ്ത്രീകളും ഇതുമായി ബന്ധപ്പെട്ട് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും ഇതിപ്പോൾ സംഭവിക്കുന്ന എന്താ, നമുക്ക് നേരിട്ട് പോലും ഇപ്പം ഞാൻ ഈ പറയുന്ന യൂട്യൂബേഴ്സിന് തന്നെ എന്നെ നേരിട്ട് അറിയില്ല. അപ്പം അവരത് എവിടെന്നോ കിട്ടിയ ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എവിടെന്നോ കിട്ടുന്ന ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഈ കൊട്ടേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പം ചോദിച്ചില്ലേ നിങ്ങളെ മറ്റേ ബൈക്കിൽ വന്ന് ചേസ് ചെയ്യുന്നോ, അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ഒരു വ്യക്തിക്കെതിരെ കൊട്ടേഷൻ എടുത്താണ് ചെയ്യുന്നത്. അത് ഒരു മീഡിയ ആയിരിക്കില്ല ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരേ സമയം ഇത് ചെയ്യും. മേ ബി നമ്മൾ ഫ്രണ്ടിൽ ചിരിച്ചോണ്ട് നിൽക്കുന്ന മീഡിയാസ് ആയിരിക്കും. അല്ല, അങ്ങനെ ഒരു മെയിൻ സ്ട്രീം മീഡിയ ആണ് അതെന്ന് ഞാൻ പറയില്ല. അങ്ങനെയല്ല. ഓക്കെ, സോ കോൾഡ് യൂട്യൂബ് അങ്ങനെ ഒരു ഓൺലൈൻ സ്പേസിൽ കുറച്ച് പേര്, അവർക്ക് ഒരു പക്ഷം ഉണ്ടാവും. അവരൊക്കെ അത് കൃത്യമായ ഫണ്ടിങ്ങോടെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പണ്ടത്തെ മഞ്ഞപത്രം, ആ ഒരു സെറ്റപ്പ് അല്ലേ? മഞ്ഞപത്രങ്ങൾ അധികം ആളുകൾ വായിക്കില്ലായിരുന്നു, പക്ഷെ ഇത് ഒരുപാട് ഇടങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്തു.